മഹാപ്രളയം കഴിഞ്ഞ 6 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ റീബിൽഡ് കേരള പദ്ധതി 4785 കോടി ചെലവഴിച്ചിട്ടും പൂർത്തിയായ 28 പദ്ധതികൾ മാത്രം. ഇഴഞ്ഞു നീങ്ങുന്നത് 82 പദ്ധതികൾ. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് ുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മഹാപ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും റീബിൽഡ് കേരള എങ്ങും എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഇതിനുവേണ്ടി 4785 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ടും പദ്ധതികൾ 28 പദ്ധതികൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. 82ഓളം പദ്ധതികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണല്ലേ? ഇതിൽ 2018 പ്രളയം സംഭവിക്കുന്നത്. 4 ജില്ലകളടക്കം വളരെ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. നമുക്കറിയാം പ്രളയത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു. റോഡുകൾ അടക്കം ഒലിച്ചു പോകുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും സ്ഥലങ്ങളടക്കം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടേറെ ദിവസം ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയൊക്കെ ഉണ്ടായതൊരു സാഹചര്യം കൂടിയാണ് ഈ 2018 പ്രളയം എന്ന് പറയുന്നത്. ഈ പ്രളയത്തിന് ശേഷമാണ് സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതായത് തകർന്നു പോയ കേരളത്തെ ഉയർത്തിയെടുക്കുക എന്ന അർത്ഥത്തിലാണ് റീബിൽഡ് കേരള എന്ന രീതിയിൽ ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുന്നത്. വ്യാപകമായി ഇതിന് ഫണ്ട് ശേഖരണം അടക്കം നടക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും പരസ്യങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തു. അതായത് ഈ നവകേരള നിർമ്മിതിക്ക് ഒരുമിക്കാം എന്നതടക്കമുള്ള ടാഗ്ലൈനോട് കൂടി അടക്കം ഈ പരസ്യങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 2018 പ്രളയത്തിന് ശേഷം ഒരു പുതിയ കേരളത്തെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റീബിൽഡ് കേരള എന്ന ഒരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊള്ളുകയും ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ പദ്ധതിയാണ് ഇന്ന് ഈ പ്രളയം കഴിഞ്ഞ 6 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ കിടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. സാമ്പത്തികകാര്യ ആസൂത്രണ വകുപ്പിന്റെ ഒരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആസൂത്രണകാര്യ സാമ്പത്തിക വകുപ്പ്, ആ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഈ വിവരങ്ങളെല്ലാം പറയുന്നത്. അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 8682 കോടിയുടെ 110 പദ്ധതികൾക്കായിരുന്നു അന്ന് ഭരണാനുമതി ലഭിച്ചത്. അങ്ങനെ വിവിധ പദ്ധതികൾക്ക് ഈ പദ്ധതികളുടെ വകുപ്പുകൾ, അതായത് വിവിധ പദ്ധതികൾ ആ പദ്ധതികളുടെ മറ്റ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചുകൊണ്ട് 4920 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ 4920 കോടി രൂപ അനുവദിച്ചതിൽ നിലവിൽ 4785 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു. 110 പദ്ധതികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ തുക അനുവദിച്ചെങ്കിൽ നിലവിൽ ഈ 4785 കോടി ചിലവഴിക്കുമ്പോഴും പൂർത്തീകരിച്ച പദ്ധതികളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 28 എണ്ണം മാത്രമാണ്. ഇനി പൂർത്തീകരിക്കേണ്ടത് 82 പദ്ധതികളുണ്ട്. അതിൽ വിവിധ ഘട്ടങ്ങളിലാണ് എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ ഒരു വിവരം ഈ വിവരാവകാശ രേഖയിലും പറയുന്നുമില്ല. അതായത് ഈ പദ്ധതിയുടെ നിർവഹണത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഘട്ടങ്ങളിലാണ് ഈ നിലവിൽ പദ്ധതികൾ ഉള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ഈ പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് അർത്ഥമാക്കേണ്ടിയിരിക്കുന്നതെന്നാണ് ഈ രേഖയിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഒരു വലിയ പരസ്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടായിരുന്നു. 500 കോടിയിലധികം ലോകബാങ്കിൽ നിന്ന് കടമെടുത്തും അതുപോലെ തന്നെ സാലറി ചലഞ്ചും മറ്റ് രീതിയിലെല്ലാം തുക സമാഹരിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ട് പോലും ഇതിന്റെ ഒരു നടത്തിപ്പിലേക്ക് വരുമ്പോഴേക്കും അത് പൂർത്തീകരിക്കാതെ പോകുന്ന അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണോ അതൊന്നും പൂർത്തീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. ഇതിൽ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഈ 4700 സംതിങ് കോടി ചെലവഴിച്ചു എന്ന് പറയുമ്പോഴും, അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4785 കോടി രൂപ ചെലവഴിച്ചിട്ടും 28 പദ്ധതികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യം, അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുകയും ചെയ്ത എന്ന് പറയുന്നത്. കാരണം ബാക്കി ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഇനിയും കിടക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഒരു ഈ പദ്ധതി എന്ന് പറയുമ്പോഴേക്കും അതിലേക്ക് വരികയാണെങ്കിൽ ഈ റോഡുകളുടെ ഒരു പുനർനിർമ്മാണം ഇതിന്റെ ഭാഗമായിരുന്നു. അതായത് റോഡുകളുടെ പുനർനിർമ്മാണം എന്ന് പറയുമ്പോഴും അന്ന് സർക്കാർ പറഞ്ഞത്, അതായത് ഇനിയൊരു പ്രളയത്തെ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് വെള്ളപ്പൊക്കങ്ങളെല്ലാം അതിജീവിക്കാൻ തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയോട് കൂടിയ ടെക്നോളജി, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ടെക്നോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് റോഡ് നിർമ്മാണമായിരിക്കും എന്ന് അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല പരിസ്ഥിതി സൗഹാർദ്ദ വീടുകൾ നിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു. മറ്റ് ഈ പ്രളയത്തിൽ തകർന്നു പോയവർക്കുള്ള ഗൃഹനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുകയും ചെയ്തു. മാത്രമല്ല പ്രളയത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ആ ഒരു കണക്കുകൾ എടുത്തുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ പദ്ധതികളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞുകൊണ്ട് റീബിൽഡ് കേരള പദ്ധതിക്ക് സർക്കാർ ആവിഷ്കരിക്കുന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് പോകും തോറും
അത് എങ്ങും എത്താതെ പോയി എന്നാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇത്രയും കോടി ചെലവഴിച്ചിട്ടും 28 പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴേക്കും ബാക്കി തുക എവിടെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ അനുവദിച്ചതിൽ ഇനിയും ചെലവഴിക്കാനായിട്ട് 135 കോടി രൂപയിലധികം ഇനിയും ചെലവഴിക്കാനും ഉണ്ട് എന്നതും ആണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം എങ്ങനെയാണ് സർക്കാർ ഈ 6 വർഷം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ വൈകുന്നു, അല്ലെങ്കിൽ ഈ നടത്തിപ്പിലേക്ക് മുന്നോട്ട് പോകാൻ അടക്കമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മാത്രമല്ല, അന്ന് നിർമ്മിച്ച റോഡുകളടക്കം ഇന്നും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലേക്ക് പല സ്ഥലത്തും എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും സർക്കാർ വളരെ അഭിമാനപുരസ്സരമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അന്ന് സാലറി ചലഞ്ച് അടക്കം നടത്തുകയും അത് ഏറെ വിവാദമാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ധനസമാഹരണം നടത്തുന്നതും അടക്കമുള്ള കാര്യങ്ങളെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. എന്നാൽ അത് കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും എങ്ങും എത്താതെയാണ് ഈ പദ്ധതി പോയതെന്നാണ് വിവരാവകാശ രേഖ നമ്മളോട് സൂചിപ്പിക്കുന്നത്. നിഖിൽ. ശരി പ്രശാന്ത്, എന്തായാലും മഹാപ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും എങ്ങും എത്താതെ റീബിൽഡ് കേരള 4785 കോടി രൂപ ചെലവഴിച്ചിട്ടും പൂർത്തിയായത് 22 പദ്ധതികൾ മാത്രമാണ്. നിരവധി പദ്ധതികൾ ഇഴഞ്ഞ് നീങ്ങുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ ജനം ടി വിക്ക് ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്.